ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ വിജയൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏതാണ്ട് 10 മണിക്കൂറോളം ആണ് ഇ ഡി വീണയെ ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ ചോദ്യം ചെയ്യലിന് ശേഷം വീണ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CMRL-ഉം എക്സാലോജിക്കും തമ്മിൽ നടന്ന, വീണയും തമ്മിൽ നടന്ന ദുരൂഹമായ സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ഇ ഡി ഈ മണിക്കൂറുകളിൽ അത്രയും ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. ഇത്രത്തോളം വൈകിയപ്പോൾ വീണ അറസ്റ്റിലാകുമോ എന്നുള്ള ചില സംശയങ്ങൾ ബാക്കി നിന്നിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം വീണ തൈക്കണ്ടി പുറത്തേക്ക് വരികയാണ്. രാവിലെ ഭർത്താവ് മുഹമ്മദ് റിയാസ് മൊത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വീണ തൈക്കണ്ടി എത്തുന്നത്. ഇപ്പോൾ ആ ചോദ്യം ചെയ്യലിന് ശേഷം വീണ തിരിച്ച് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മാധ്യമപ്രവർത്തകർ അവിടെ കൂട്ടായി നിന്നുകൊണ്ട് വീണയോട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ വീണയിൽ നിന്ന് കാര്യമായ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇ ഡി ചോദ്യം ചെയ്തത് 10 മണിക്കൂറോളമാണ്. ജിജിഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ജിജിഷ്, ചോദ്യം ചെയ്യൽ പൂർത്തിയായോ അതോ തൽക്കാലം വിട്ടയച്ചതാണോ? എന്താണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? നിലവിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം വീണ മടങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട 10 മണിക്കൂറോളം നീണ്ട വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടപടിക്ക് ശേഷമാണ് ഇപ്പോൾ വീണ പുറത്തേക്ക് പോയിരിക്കുന്നത്. 11 മണിക്ക് തന്നെ 11:30യോടുകൂടി തന്നെ ആരംഭിച്ചതാണ് ഈ ചോദ്യം ചെയ്യൽ. പല ഘട്ടങ്ങളിലും വീണ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നില്ല. അന്വേഷണവുമായി കാര്യമായി സഹകരിക്കാത്ത രീതിയിൽ തന്നെയായിരുന്നു വീണയുടെ ഒരു പ്രകൃതമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പങ്കാളികളായ ചോദ്യം ചെയ്യൽ എല്ലാം തന്നെയാണ് ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം നടത്തിയിരുന്നത്. അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥരായ അഡീഷണൽ ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ, ഒപ്പം തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സിമിയുടെ നേതൃത്വത്തിലും ഏതായാലും വിവരങ്ങൾ എടുക്കുക. വീണ മടങ്ങിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് നിന്നും.